നമസ്തേ, സ്വാഗതം ഫാബുലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി. നമ്മുടെ ചാനൽ ഫാബുലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് മെറ്റീരിയൽ ഒന്നും അല്ല കേട്ടോ, ഇന്ന് ഒരുപാട് പേര് ഒത്തിരി കാലമായിട്ട് ആവശ്യപ്പെടുന്നതാണ് സ്റ്റിച്ച്ഡ് മോഡൽസിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ. നമ്മൾ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് റെഡി ആവുന്നതൊക്കെ ഓരോ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് അവൈലബിൾ ആയ കുറച്ചുണ്ടെങ്കിൽ അയക്കാൻ വേണ്ടി റെഡി ആയപ്പോൾ എന്നാൽ പ്രതി പറഞ്ഞു വേഗം ഇന്നത്തെ വീഡിയോയിൽ എടുത്തോളി ചേച്ചി, എന്നിട്ട് നാളെ അയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സ് ഇതിൽ റെഗുലറായിട്ട് നമ്മൾ ചെയ്ത് അയക്കുന്നവരുണ്ട്. നമുക്ക് ഓൾ ഇന്ത്യ ഇന്റർനാഷണലും എല്ലാ ഷിപ്പിംഗും ഉണ്ട് കേട്ടോ, പുറത്തേക്കൊക്കെ അയക്കുന്നുണ്ട്. ഏറ്റവും പുറത്തോട്ട് അയക്കുമ്പോൾ ഏറ്റവും ചീപ്പസ്റ്റ് ഇന്ത്യ പോസ്റ്റ് ആണ്, കുറച്ചുകൂടെ സമയം കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിലും അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയറിലേക്ക് കോൺടാക്ട് ചെയ്യുക. പിന്നെ ഈ സ്റ്റിച്ച്ഡ് മോഡൽസ് ഇതെല്ലാം നമ്മൾ റെഡിമെയ്ഡ് അല്ല കേട്ടോ, അതായത് ഇതെല്ലാം ആസ് പെർ ഓർഡർ ഓരോ കസ്റ്റമറിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഈ മെറ്റീരിയൽ എല്ലാം ഇപ്പോൾ അവൈലബിൾ ആയിക്കോണമെന്നില്ല. അപ്പോൾ നമ്മൾ കാണിക്കുന്ന മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ വരുന്ന മാറ്റങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കുക. അതിൽ വലിയ സംഭവം മോഡൽ എന്നുള്ള അർത്ഥമൊന്നുമില്ല, ഒരു ജസ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെങ്കിൽ ആവട്ടെ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി മോഡലായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹക്കോബയുടെ എല്ലാം ഒന്ന് മോഡൽസ് കാണിക്കാൻ പറഞ്ഞു. ഞാൻ ആ മസ്റ്റാർഡെല്ലാം ഹക്കോബയൊക്കെ എടുത്ത് കൊണ്ടുവരാൻ മറന്നുപോയി. കാരണം ഹക്കോബ സ്റ്റോപ്സ് എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഞാനൊരു ദിവസം ഒരു വീഡിയോയിൽ ചെയ്യാം. ബാക്കി നമുക്ക് അവൈലബിൾ ആയതെല്ലാം ഇപ്പോൾ കാണിക്കാം. ഫസ്റ്റ് ഇതാ വരുന്നു. നമ്മൾ ഇതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ മോഡലൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ബ്ലൗസ് ടക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കട്ടിങ് കൊടുത്തുകൊണ്ട് ആ ഷേപ്പിൽ നിൽക്കുന്നു. ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു ബട്ടൺ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു മോഡൽ, സിമ്പിളായിട്ടൊരു നെക്ക്. ഹക്കോബയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് മോഡൽ ചെയ്തില്ലെങ്കിലും അത് ഭംഗിയായിരിക്കും. നമ്മുടെ ചോയ്സ് അനുസരിച്ച് മോഡൽ വേണമെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട. അങ്ങനെ രീതിയിൽ ചെയ്തതാണിത്. ഇങ്ങനെ അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് പറഞ്ഞാൽ മോഡൽ അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ലൈനിങ് ഒന്നും ഇല്ലാത്ത ഒരു സാധാ ടോപ്പ് സിമ്പിളായിട്ട് തയ്ക്കുന്നതിന് നമ്മൾ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 250 ആണ്. വിത്ത് ലൈനിങ് വരുന്നതിന് 300. അതായത് ലൈനിങ്ങിൻ്റെ റേറ്റ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ലൈനിങ്ങിൻ്റെ റേറ്റ് പുറമെയാണ് കേട്ടോ. സ്റ്റിച്ചിങ് ചാർജിൽ വിത്ത് ലൈനിങ് വരുന്നതിന് 300. പിന്നെ ജസ്റ്റ് നെക്ക് മോഡൽ മാറുന്നതനുസരിച്ച് റേറ്റ് കൂടുതലാവും കേട്ടോ. മോഡൽ ടോപ്സിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും. പാനൽ കട്ടിനെല്ലാം 1000 ഓൺവേർഡ്സ് ആണ് റേറ്റ് വരുന്നത്. ഇനി ഇത് തന്നെ നമ്മൾ ഹക്കോബയിൽ, ഇതൊക്കെ എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടി റെഡിയാക്കിയിരിക്കുന്ന ടോപ്പുകളാണ്. നമ്മൾ ഇപ്പോൾ ഇതിൽ ഈ പ്രിൻറ്റഡ് ഹക്കോബയാണ് ഇതിന് ബോട്ടം ദുപ്പട്ടയായിട്ട് എടുത്തിരിക്കുന്നത്. ആ സ്ലീവിന് ആ പ്രിൻറ്റഡ് ഹക്കോബ കൊടുത്ത് ഇങ്ങനെ ലേസ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബക്കറ്റ് നെക്ക് പറയില്ലേ, ആ ഒരു ടൈപ്പിൽ നെക്ക് കൊടുത്തു. പൊട്ട്ലി ബട്ടൺ താഴെ വരെ കൊടുത്തു. ആ ഒരു ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ ദുപ്പട്ട വരുന്നത് താഴെ ഇങ്ങനെ കൊടുത്തു. ലേസും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്നൊരു മോഡൽ. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോയിലും കാണുന്ന മെറ്റീരിയൽ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് അത് നമ്മൾ ഏതെങ്കിലുമൊക്കെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇഷ്ടമുള്ള മോഡലിലൊക്കെ ആക്കാം. നെക്സ്റ്റ് വരും നമ്മൾ, ഇതും നമ്മുടെ സ്വന്തം ടോപ്പ് തന്നെയാണ്. നമ്മൾ ജസ്റ്റ് ഡാർക്ക് വൈൻ ഹക്കോബ കണ്ടില്ലേ അന്ന്, അതിൽ ഞാൻ ചെയ്തതാണ്. ഇതിൽ ഈ സെൻറ്റർ പീസ് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ ഒരു കോട്ടൻ്റെ ഒരു ഫീൽ വരുന്ന പോലെ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഇതിൻ്റെ ബോട്ടം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. ഇത് ഹക്കോബയുടെ വെറൈറ്റി മോഡൽസ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുകയോ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിനി ഒരു പ്ലെയിൻ മെറ്റീരിയൽ, ഇപ്പോൾ പ്ലെയിനോ ജസ്റ്റ് ചെറിയ പ്രിൻ്റുള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ അതിന് കോൺട്രാസ്റ്റ് കളർ ഏതെങ്കിലും പ്രിൻറ്റ് കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണിത്. ഇങ്ങനെ വരുന്നു. ഇതൊക്കെ കുറേ മുമ്പുള്ള മോഡലുകളാണ്, പക്ഷെ നമ്മൾ ആ ഓരോ മെറ്റീരിയലുകളിലും അത് ചെയ്ത് വരുമ്പോൾ ഉള്ള അതിൻ്റെ ഒരു ഭംഗികൾ ഇതാ ഇങ്ങനെ വരുന്നു. ഇത് അപ്പോൾ അത്ര കഴിഞ്ഞു. ഇനി നമ്മൾ ഓരോ കസ്റ്റമേഴ്സിന് വേണ്ടി ചെയ്ത് റെഡിയാക്കി വെച്ചത് ഞാൻ അതിൻ്റെ സ്ലിപ്പൊന്നും മാറ്റിയിട്ടില്ല, അവർ പ്രതിഭ വെച്ച് തന്ന പ്രകാരം തന്നെ. ഇത് നമ്മൾ മെറ്റേണിറ്റി വെയർ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. മെറ്റേണിറ്റി വെയറിൻ്റെ സാധാരണ പ്ലീറ്റഡ് മോഡൽ ചെയ്യും, അല്ലാതെ ഇത് സിമ്പിളായിട്ട് മെറ്റേണിറ്റി വെയർ ഇതിൽ അങ്ങനെ വരുന്നു. ഇവിടെ നമ്മൾ പ്രിൻസസ് കട്ടാണ് കൊടുത്തിട്ട്, വേറെ മോഡലൊന്നുമില്ല, പ്രിൻസസ് കട്ടാണ്. നമ്മൾ 3 പീസ് സെറ്റ് കാണിക്കാറ് അതിൽ നമ്മളിവിടെ സീക്രട്ട് സിബ് കൊടുത്തിട്ടുണ്ട്. ഇതങ്ങനെ വരുന്നു. ആ പ്രിൻസസ് കട്ടിലൂടെ ആ സീക്രട്ട് സിബ് മാത്രം കൊടുത്തിട്ടുള്ള. ഇതിന് നിങ്ങൾക്ക് വെറൈറ്റി മോഡൽ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ലോങ് സിബാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു ടോപ്പ് ഇത്. അപ്പോൾ ഇതെല്ലാം ആ ഒരു കസ്റ്റമർ സിമ്പിളായിട്ട് അതേ മോഡൽ തന്നെ ചെയ്തതാണ്. ഇങ്ങനെ വരുന്നു. ഇതിലും ഈ ഒരു മെറ്റീരിയൽ കാംബ്രിക് കോട്ടണിലൊക്കെ സിമ്പിളായിട്ട് ചെയ്ത പ്രിൻസസ് കട്ടും അത് മാത്രമേ ഉള്ളൂ, അതിൽ പ്രത്യേകിച്ച് അധികം കാണിക്കാനൊന്നുമില്ല. അത് അങ്ങനെ ഇതെല്ലാം ആ ഒരു കസ്റ്റമറുടെയാണ്. ഇതെല്ലാം ഒന്നും കൂടെ അയൺ ചെയ്തെടുക്കേണ്ടി വരും. അങ്ങനെ ഇനി നെക്സ്റ്റ് ഇതൊരു ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് വേണ്ട സംഭവം, പുറത്തോട്ട് അയക്കാനുള്ളതെന്ന് തോന്നുന്നത്. മൊഡാൽ സിൽക്കിൽ ബ്ലാക്കിൽ ഇതിലെ പ്രത്യേകത പ്യുവർ മൊഡാൽ സിൽക്ക് പ്ലെയിനിലാണ്. ഈ വർക്ക് നമ്മൾ ഹാൻഡ് വർക്കാണ്. ഈ ഹാൻഡ് വർക്കിന് നമ്മൾ ഇതേ സംഭവം മെഷീൻ എംബ്രോയ്ഡറി ഒക്കെ നമുക്ക് ചീപ്പസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ ഇത് കൈകൊണ്ട് ചെയ്തെടുത്തതാണ്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ എല്ലാം അറിയേണ്ടവരാണെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന നമ്പറിലോ അല്ലെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിലോ കോൺടാക്ട് ചെയ്താലോ അത് പറഞ്ഞു തരും. ഇതങ്ങനെ വരുന്നു. ഹാൻഡ് വർക്കിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഇതിങ്ങനെ നമ്മൾ പ്യുവർ മൊഡാലിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്നു. ഇങ്ങനെ
യോക്ക് കൊടുത്ത് യോക്കിൽ നിന്ന് പ്ലീറ്റ്സ് എല്ലാം കൊടുത്തിട്ട് ആ ഒരു പാറ്റേണിൽ ബാക്കിൽ സിബ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും നല്ല ഷേപ്പിൽ നിൽക്കണം എന്നുള്ള ആൾക്കാർക്ക് നമ്മൾ ബാക്ക് സിബ് കൊടുക്കുക എന്നുള്ളത്. ബാക്ക് സിബ് നമുക്ക് ഉപയോഗിക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എങ്കിലും നല്ല പെർഫെക്റ്റ് ഫിറ്റ് വേണം എന്നുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ എന്താ പറയുക, ബാക്ക് സിബ് ഇല്ലെങ്കിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ എന്തായാലും കുറച്ച് ലൂസ് വരും. പിന്നെ എപ്പോഴും മനസ്സിലാക്കുക, നമുക്ക് ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം. നമുക്കൊരു ചുവര് ഞങ്ങളാക്കി തരും, അതിൽ ചിത്രം എഴുതാൻ ചെറിയ ചെറിയ ഓൾട്രേഷൻ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. കാരണം ഓരോരുത്തരുടെ നമ്മൾ എടുക്കുന്ന അളവുകൾ നമ്മൾ ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് ആ അളവായിരിക്കും. അതെടുത്താലും നമ്മൾ ഓരോ ആൾക്കാരുടെയും ബോഡിയിൽ വരുന്ന സ്ലൈറ്റ് വേരിയേഷൻസ്, പിന്നെ ഓരോ മെറ്റീരിയൽ തയ്ക്കുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ. പിന്നെ ഓരോ മെറ്റീരിയൽ ഇപ്പോൾ നമ്മൾ ഒരേ അളവിൽ ഒരാൾക്ക് തന്നെ പല മെറ്റീരിയൽ തയ്ച്ചാലും അതിൻ്റെ ഫിറ്റിംഗ് വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഏതും വരാം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക സ്റ്റിച്ചിങ്ങിൽ. അതപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ തന്നെ ടോപ്പ് ഇത്രയും ടോപ്പ് ചെയ്തപ്പോൾ എല്ലാം ഒരേപോലെ ഫിറ്റിംഗ് കറക്റ്റ് ആയിക്കോണമെന്നില്ല. എനിക്ക് തന്നെ ബുദ്ധിമുട്ട് ഇവിടെ ഉള്ളവർ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരാവുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഏത് കാര്യത്തിലാണെങ്കിലും ഒരു ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഇത് ഡെനിമിൽ വരുന്നതാണ്. നമ്മൾ ഡെനിം കണ്ടില്ലേ, അതിൽ ഒരു ചെറിയൊരു നെക്ക് കൊടുത്ത് നമ്മളൊരു ഹൈ നെക്കാണ് വരുന്നത്. ഇങ്ങനെ ഹൈ നെക്കല്ല, ഒട്ടും ഇറങ്ങാത്ത നല്ല ടൈറ്റായ നെക്ക് വേണമെന്ന് പറഞ്ഞൊരു കസ്റ്റമർ ഇത് ഇങ്ങനെ വരുന്നു. ഇങ്ങനെ അതിൽ ടക്ക് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ ഇങ്ങനെ ഒരു സ്ലിറ്റും കൊടുത്തിട്ട് ഇങ്ങനെ. വേറെ ഒരുപാട് മോഡലൊന്നുമില്ല, സിമ്പിളായിട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് ടക്ക് ഉണ്ട്. ഇങ്ങനെ വരുന്നു. അതങ്ങനെ. നെക്സ്റ്റ് വരുന്നു നമ്മൾ ആ പ്രീമിയം ലിനൻ കാണിച്ചിരുന്നില്ലേ, ആ മെറ്റീരിയലിൽ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ സ്ലിപ്പ് മാറ്റുന്നില്ല ഞാൻ, ജസ്റ്റ് ഒരു വി നെക്ക് ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ സെയിം മെറ്റീരിയൽ കൊണ്ട് ബോട്ടം കൂടെ വെയർ ചെയ്തുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇത് നമ്മൾ കോട്ട് സെറ്റ് പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഒരു പോക്കറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ. അതങ്ങനെ. നെക്സ്റ്റ് വരുന്നു നമ്മൾ കാന്തയിൽ, നമ്മുടെ പ്രിൻറ്റഡ് കാന്ത. ഇതെല്ലാം നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു യോക്ക് കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് ലേസ് എന്നിവിടെ എൻഡ് ചെയ്യുന്നു. അവിടെ ഇവിടെ പോട്ട്ലി ബട്ടൺ ഇങ്ങനെ അടുപ്പിച്ച് സ്പോഞ്ച് ബട്ടൺ ഇങ്ങനെ അടുത്തടുത്ത് കൊടുത്തിട്ട് ഇതിങ്ങനെ അങ്ങനെ. നെക്സ്റ്റ് വരുന്നു നമ്മൾ ആ ഒരു ലിനൻ ടൈപ്പ് തന്നെ ഒരു ഫാബ്രിക് മുമ്പ് കാണിച്ചിരുന്നല്ലോ. ആ ഒരു ഈ ഫാബ്രിക് ഈ കളർ കുറച്ച് വേറെ കളേഴ്സ് അവൈലബിൾ ആയിരിക്കും. അതിൽ ലേസ് വർക്ക് കൊടുത്തിട്ട് കോളർ നെക്കിൽ ഇങ്ങനെ വിത്ത് ലൈനിങ് ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെ വരുന്നു. സ്ലീവിനറ്റത്തും ലേസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ദുപ്പട്ട ചെയ്തതാണ്. ജസ്റ്റ് നമ്മൾ പ്ലെയിൻ കോട്ട മെറ്റീരിയലിൽ 4 സൈഡ് ലേസ് വെച്ചിട്ട് അങ്ങനെ. ഇനി നമ്മൾ ആദ്യം കണ്ട മെറ്റീരിയൽ തന്നെ അതിൻ്റെ ലേസും നെക്ക് മോഡൽ ചെറിയ ചെറിയ വ്യത്യാസത്തിൽ ഇങ്ങനെ വരുന്നു. സ്ലിപ്പ് മാറ്റുന്നില്ല, അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുത്ത് കൊടുക്കാനുള്ളതാണ് നാളെ. ഇതെങ്ങനെ വരുന്നു. പിന്നെ എപ്പോഴും അർജൻറ്റായിട്ട് വേണ്ടവരാണെങ്കിൽ പ്രത്യേകം ആ കാര്യം പറയണം. കാരണം സ്റ്റിച്ചിങ് സെക്ഷനിൽ നിന്ന് ഫസ്റ്റ് ആക്കി കസ്റ്റമർ കെയറിലും കൂടെ ഒന്ന് കോൺടാക്ട് ചെയ്യണം. ഇനിയിപ്പോൾ ക്രിസ്മസ് സീസണൊക്കെ ആകുമ്പോഴത്തേക്കും വേണ്ടവർ പെട്ടെന്ന് പറയണം കേട്ടോ. പിന്നെ DTDCയിൽ അയക്കാൻ പറയണം. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് നെക്കിൻ്റെ മോഡൽ ഞാൻ ഈ മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ക്രിസ്മസിന് മുമ്പായിട്ട് ചെയ്യാനായിട്ട്. ഞാനപ്പോൾ റെഡാണ് പ്രിഫർ ചെയ്യുന്നത് അതിൽ ചെയ്യാനായിട്ട്. അതിൽ ഗ്രീൻ വെച്ചിട്ട് അങ്ങനെ ചെയ്തത്. അത് ഭംഗിയുണ്ട് അല്ലേ, ഗ്രീനും. ഇങ്ങനെ വരുന്നു. ഇവിടെയും പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈപ്പിൽ ഹാഫ് ലേസും ഹാഫ് പോട്ട്ലി ബട്ടൺ വെച്ചിട്ട് ഇങ്ങനെ ഒരു മോഡൽ. അതേ മെറ്റീരിയൽ കൊണ്ട് തന്നെ ദുപ്പട്ടയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏത് മെറ്റീരിയലും നമുക്ക് ദുപ്പട്ട ഉണ്ടാക്കാം. അങ്ങനെ 4 സൈഡിൽ ഇത് പ്രത്യേകിച്ച് എടുത്തി കാണിക്കണ്ടല്ലോ. 4 സൈഡ് ലേസ് കൊടുത്തിട്ട് ഇങ്ങനെ ദുപ്പട്ട. ഇനി നെക്സ്റ്റ് ആ മോഡലിൽ തന്നെ വലിയ വ്യത്യാസമില്ല. ഇങ്ങനെ വരുന്നു. നമ്മൾ ആദ്യത്തെ ലേസ് ആയിരുന്നു, ഇതിലൂടെ ഫിനിഷിങ്ങിൽ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ട് ഇങ്ങനെ പോട്ട്ലി ബട്ടണും കൊടുത്തിട്ട് ഈ ഒരു മോഡൽ. നെക്സ്റ്റ് വരുന്നു നമ്മൾ ബ്ലൂ ഹക്കോബയിൽ കോളർ നെക്ക്. ഇങ്ങനെ വരുന്നു. കോളർ നെക്ക് കുർത്തി, ഇപ്പോൾ എക്സിക്യൂട്ടീവ് ടൈപ്പ് കുർത്തിയൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ നല്ലതാണ്. ഇത് നമ്മൾ ഇക്കത്തിലൊക്കെ ഇങ്ങനെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അതുപോലെ ലൈൻസ് പാറ്റേൺ, സിക്സാക്ക് പാറ്റേണിലൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഏത് ഫാബ്രിക്കിലും ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും. കോളർ നെക്കൊക്കെ ഏത് ഫാബ്രിക്കിലും ചെയ്യാം. പിന്നെ ഞാൻ അന്ന് കാണിച്ചിരുന്നല്ലോ നമ്മളൊരു ഹാൻഡ്ലൂം ടൈപ്പ് മെറ്റീരിയൽ, അതിനൊരു ദുപ്പട്ടയാക്കി നമുക്ക് ഏതിനെയും ദുപ്പട്ടയാക്കിയും കൊടുക്കും കേട്ടോ. അതങ്ങനെ 4 സൈഡ് ലേസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരുന്നു. ലേസിൻ്റെ റേറ്റ് കാര്യങ്ങൾ സ്റ്റിച്ചിങ് ചാർജസ് അറിയാനായിട്ട് എനിക്ക്, കാരണം ഇത് ഞാൻ ഓരോന്നിൻ്റെ റേറ്റ് ഡിഫറെൻ്റ് ആണ്. അത് ഞാൻ അതിനെക്കുറിച്ചൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ നിങ്ങൾ ഓരോന്നും അറിയേണ്ടവരാണെങ്കിൽ അതേ പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആണെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയർ നമ്പറിൽ ഓരോന്നിൻ്റെ ഫോട്ടോ സഹിതം ചോദിക്കുക, അപ്പോൾ പറഞ്ഞുതരും. ഇത് കണ്ടോ, ജസ്റ്റ് പോട്ട്ലി ബട്ടൺ കൊടുത്ത് നമ്മൾ കോട്ടൺ നെറ്റിൽ സിമ്പിളായിട്ടൊരു കുർത്തിയല്ലേ കണ്ടാൽ.
വെയർ ചെയ്യുമ്പോൾ നല്ലൊരു ക്ലാസ്സി ലുക്ക് ഉണ്ടാവും, നല്ല ഭംഗിയുണ്ടാവും. സിമ്പിളായിട്ട് അധികം മോഡലൊന്നും ഇല്ലാത്ത സ്റ്റിച്ചിങ്. ഇങ്ങനെ സ്പോഞ്ച് ബട്ടൺ എന്ന് പറയില്ലേ നമ്മൾ, ആ പൊട്ടലി ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ അറ്റത്തും കൊടുത്തിട്ടുണ്ട്. എ ലൈൻ പാറ്റേണിൽ വരുന്നു. ഇതാ ഇങ്ങനെ വരുന്നു. 3 പീസ് കട്ടിംഗ് ആണ്. ഇങ്ങനെ വരുന്നു. 3 പീസ് കട്ടിംഗ് വരുമ്പോൾ ഒരു പെർഫെക്റ്റ് ഫിറ്റ് ആയിരിക്കും. ബാക്കിലും 3 പീസ് കട്ടിംഗ് ആണ് വരുന്നത്. ഇങ്ങനെ നമ്മൾ നേരത്തെ കണ്ട ടോപ്പിന് ദുപ്പട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. സെയിം ആ ബ്ലൂ കണ്ടില്ലേ, ഇതിൽ ലേസ് വെച്ചിട്ട് ദുപ്പട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു സിക്സാക്ക് നമ്മുടെ ഓണം സ്പെഷ്യലല്ലേ, ഓൾ സീസൺ സ്പെഷ്യലായി അതിലുകൊണ്ട് ദുപ്പട്ടയും ബോട്ടവും ഉണ്ട്. അതിൽ ടോപ്പ് ഇതാ. ഇപ്പം അന്ന് ഞാൻ വെയർ ചെയ്തിരുന്ന ഒരു മോഡലില്ലേ, ആ ഒരു മോഡലിൽ അങ്ങനെ ആ ഒരു മോഡലിൽ നമ്മൾ ഒരുപാട് സ്റ്റിച്ച് ചെയ്തു. ഇങ്ങനെ വരുന്നു. ലേസ് കൊടുത്ത് പൊട്ടലി ബട്ടൺ കൊടുത്തിട്ട് സ്ലീവിനും അതേ പാറ്റേണിൽ കൊടുത്തിട്ട് കോളർ നെക്കിൽ ഇങ്ങനെ. ഇതൊക്കെ നമ്മൾ റെഗുലറായിട്ട് ഈ വീഡിയോയുടെ ഒക്കെ തുടക്കകാലം തൊട്ട് മാം, ഞാൻ പേര് പറയാമോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് പേര് പറയല്ലേ, റെഗുലറായിട്ട് ചെയ്യുന്ന മാമിൻ്റെയാണ്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് പേര് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. പ്രതിഭയാണ് ഇവരൊക്കെ ഡീൽ ചെയ്യാറ്, അതുകൊണ്ട് എനിക്ക് പേഴ്സണൽ പരിചയമില്ല. പ്രതിഭ കോൺടാക്ട് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ആ ഗ്രീൻ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു. ഇത് സെൽഫ് പൊട്ടലി ബട്ടൺ മാത്രം കൊടുത്തിട്ടുള്ള ആ ഒരു കുർത്തി, അതങ്ങനെ. ഇനി നെക്സ്റ്റ് വരുന്നു, ഇത് ബോട്ടമാണ്. പ്രത്യേകിച്ച് നമ്മൾ ആ ബോട്ടം താഴെ ലൈനിങ് കൊടുക്കാതെ അങ്ങനെ പ്ലെയിൻ ആയിട്ടിട്ട് ഞാൻ പറയാറില്ലേ, വീഡിയോ പറയാറില്ലേ, അതേപോലെ ചെയ്തത്. പിന്നെ അജ്രക്കിൻ്റെ ദുപ്പട്ട ബോട്ടംസ്. പിന്നെ പ്രത്യേകിച്ച് ബോട്ടം സ്റ്റിച്ച് നമ്മൾ ഈ ബോട്ടംസ് ആണെങ്കിൽ ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യും കേട്ടോ. സിഗരറ്റ് ബോട്ടം ഒക്കെ വേണമെങ്കിലും. ഇത് ദുപ്പട്ടാസ് ഉണ്ടാക്കിയതാണ്. നമ്മൾ ഏത് ഫാബ്രിക്കും നമുക്ക് കണ്ടോ ഇപ്പോൾ 4 സൈഡ് ലേസ് വെച്ചിട്ട് ദുപ്പട്ടയാക്കി മാറ്റുന്നത് ഞാൻ ഒരെണ്ണം എടുത്തി കാണിക്കാം. ഇങ്ങനെ വരുന്നു. ഞാനിതിൽ കാണിക്കാറില്ല. അപ്പോൾ ഏതിനെയും നമുക്ക് ദുപ്പട്ടയായിട്ടൊക്കെ വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മൾ ഇതിനൊക്കെ ഈ ഫാബ്രിക് ഇത് അവൈലബിൾ ആണ്. നമ്മൾ ദുപ്പട്ടയായിട്ട് എടുത്തതാണ്. അപ്പോൾ വൈറ്റ് അക്കോബ ടോപ്പിൻ്റെ കൂടെയൊക്കെ നല്ലതായിരിക്കും. ഈ മെറ്റീരിയൽ പിന്നെയുണ്ടോ, ഇത് 4 സൈഡ് ലേസ് വെച്ചിട്ട് നമ്മൾ ഷിഫ്ലി വർക്ക് വന്നത്, അതിനെ 4 സൈഡ് ലേസ് വെച്ചിട്ട് ചെയ്തിട്ട് അങ്ങനെ. ഇപ്പോൾ പുറത്ത് ഇപ്പോൾ NRI കസ്റ്റമേഴ്സിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും പേയ്മെൻറ്റും ഓരോന്നിനും പർച്ചേസ് ചെയ്യാനും സ്റ്റിച്ച് ചെയ്ത് അയക്കാനും പോസിബിൾ അല്ലെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ അഡ്വാൻസ് ആയിട്ടൊരു എമൗണ്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിടുക. എന്നിട്ട് അത് കറക്റ്റ് നമ്മൾ ഇവിടുന്ന് ഒരാളെ അസിസ്റ്റ് ചെയ്ത് തരും നിങ്ങൾക്ക്. അപ്പോൾ അവരെ എടുത്ത് വയ്ക്കുന്ന മെറ്റീരിയലിനനുസരിച്ചിട്ട് അതിൽ ഡിഡക്ട് ചെയ്തിട്ട് കറക്റ്റ് കാൽക്കുലേഷൻ തരും. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ മെറ്റേണിറ്റി വെയർ തന്നെ സിമ്പിളായിട്ട് ചെയ്തേക്കുന്നതാണ്. ഇതുണ്ട് ലോങ് സിബ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഫീഡിങ് കുർത്ത ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ വരുന്നു. മോഡൽ അധികമൊന്നുമില്ല, പക്ഷേ ഞാൻ ആ മെറ്റേണിറ്റി വെയറും നമ്മൾ ചെയ്യും എന്നുള്ളതിലൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തുവെന്നേ ഉള്ളൂ. അതങ്ങനെ ഫീഡിങ് കുർത്താസാണ് ഇതെല്ലാം. അങ്ങനെ വരും. ഫീഡിങ് കുർത്താസ് നമുക്ക് കോട്ടൺ, ക്യാമ്പ്രി കോട്ടൺ വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇതും പ്രത്യേകിച്ച് മോഡലൊന്നുമില്ല. അങ്ങനെ 3 പീസ് കട്ടിങ് അവിടെ സിബ് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിനും അങ്ങനെ തന്നെയാണ്. ഇതൊരു മെറ്റേണിറ്റി വെയർ. അങ്ങനെ ഈ ടോപ്പുകളെല്ലാം അങ്ങനെ ആ ഒരു പാറ്റേണിൽ ചെയ്തതാണ്. നെക്സ്റ്റ് നമ്മുടെ കാന്ത, പ്രിൻറ്റഡ് കാന്തയിൽ ഇങ്ങനെ ജസ്റ്റ് പൊട്ടലി ബട്ടണും ഇങ്ങനെ വെച്ചിട്ട് അതങ്ങനെ. ഇനി നമ്മുടെ മൊഡാൽ സിൽക്കിൽ ഇങ്ങനെ വരുന്നു. മൊഡാൽ സിൽക്കിൽ ഇങ്ങനെ വരുന്നു. ലോങ് സ്ലീവും പൊട്ടലി ബട്ടണും കൊടുത്ത് സിമ്പിളായിട്ട്. ഇനി നമ്മൾ ക്യാമ്പ്രി കോട്ടണിൽ ഇങ്ങനെ വരുന്നു. ജസ്റ്റ് യോക്കും ഇങ്ങനെ പൊട്ടലി ബട്ടണും അങ്ങനെ. ഇനി നമ്മുടെ കലങ്കാരിയിൽ ഇങ്ങനെ, ഇത് നമ്മുടെ നൈറ്റിയാണ്. കലങ്കാരി മെറ്റീരിയലിൽ കാന്തയിലൊരു യോക്കും സ്ലീവിൻ്റെ സൈഡിലും ഇങ്ങനെ ആ കാന്തയുടെ പീസ് കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ വേറെ ഈ സൈഡിലും അങ്ങനെ വരും. ഇങ്ങനെ വരുന്നു. ഈ കലങ്കാരി, അജ്രക്ക്, ഹാൻഡ് ബ്ലോക്ക് എല്ലാം നൈറ്റി ആയിട്ട് ഉപയോഗിക്കാൻ വളരെ സുഖമാണ്, പ്രത്യേകിച്ച് സമ്മർ സീസണിലൊക്കെ. പക്ഷേ എന്താ വെച്ചാൽ പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് മറ്റേതിൻ്റെ അത്രയും ലോങ് ലൈഫ് പ്രതീക്ഷിക്കരുത് നമ്മൾ. പിന്നെ നൈറ്റിയൊക്കെ എല്ലാവരും ജസ്റ്റ് റഫ് ആൻഡ് ടഫ് വാഷിംഗ് മെഷീനിൽ കഴുകിയല്ലേ. അപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ലൊരിതാണ്. നമ്മുടെ ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ട്. ഇതുണ്ടോ വേറൊരു നൈറ്റി. അങ്ങനെ നൈറ്റീസൊക്കെ നമ്മൾ ആസ് പെർ ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ റെഡിമെയ്ഡായിട്ട് ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഒരുപാട് ചെയ്ത് വെക്കുന്നില്ല. ജസ്റ്റ് സിമ്പിൾ ഒരു യോക്ക് കൊടുത്തിട്ട് ഇങ്ങനെ വരുന്നു. ഇങ്ങനെ നെക്സ്റ്റ് വരുന്നതും ഇതെല്ലാം റെഗുലറായിട്ട് നമ്മൾ നൈറ്റ് ചെയ്ത് കൊടുക്കുന്നൊരു കസ്റ്റമറാണ്. നമ്മൾ കലങ്കാരിയിൽ യോക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇത് അവർ കൊണ്ടുവന്ന മെറ്റീരിയലാണ്. നമ്മൾ പുറമേ നിന്നുള്ള മെറ്റീരിയലും ചെയ്ത് കൊടുക്കും, സമയം സാഹചര്യം പോലെ. അതിൽ നമ്മൾ കാന്ത, സിംഗിൾ ലൈൻ കാന്ത താഴെ വരെ കൊടുത്തിട്ട് ഇങ്ങനെ വരുന്നു. ഇങ്ങനെ ലേസ് വെച്ചിട്ട് ഇങ്ങനെ
നമ്മൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനെ വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചിങ്, അല്ല കുറച്ച് റേറ്റ് കുഴപ്പമില്ല, സംഭവം നന്നായിരിക്കണം, വെറൈറ്റി ആയിരിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ടാണ് ചെയ്യുക. ഇനി നമ്മൾ ആ പ്യുവർ ജോർജറ്റിൽ ഇതൊക്കെ മെറ്റീരിയലൊക്കെ നേരത്തെ ഓരോ വീഡിയോ എടുത്ത് വെച്ചവരുണ്ടാവും. അവരുടെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ അയക്കാൻ അവർ പറയുമ്പോഴാണ് അയക്കുന്നത്. നമ്മൾ സിമ്പിളായിട്ട് ഇതിൽ പ്രത്യേകിച്ച് മോഡലൊന്നുമില്ല. ഇവിടെ പ്രതിഭ എടുത്ത് വെച്ചിട്ട് പോയി, ജസ്റ്റ് ചേച്ചി ഇതിൽ വേണ്ടതൊക്കെ എടുത്ത് കാണിച്ചോളൂ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അത് അങ്ങനെ തന്നെ ബണ്ടിൽ ഇങ്ങോട്ട് എടുത്ത് വെപ്പിച്ച് ഒന്ന് സൗജത്യനിക്ക്. ഇത് ടോപ്പും ബോട്ടോ സെറ്റും വരുന്നത്, അത് നമുക്ക് ഇപ്പം മെറ്റീരിയൽ അവൈലബിൾ അല്ല കേട്ടോ. ഇനി നമ്മൾ അജ്രക്കിൽ യോക്കും കോളർ നെക്കും കൂടെ ഉള്ളൊരു കുർത്തി ഇതാ ഇങ്ങനെ വരുന്നു. ഇപ്പോൾ ഒരുപാട് ഭയങ്കര വെറൈറ്റി മോഡൽസ് ഒന്നും പറയാനില്ല, പക്ഷെ നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം നമ്മൾ വീഡിയോ കാണിച്ചിരിക്കുന്ന മെറ്റീരിയലുകൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ആ ഒരു മാറ്റം. നമ്മുടെ ഹക്കോബയിൽ നമ്മൾ കാംബ്രിക് കോട്ടൺ, ഇതിൽ നമ്മൾ പറയും ഏത് ഹക്കോബയ്ക്ക് അതിൽ കാംബ്രിക് കോട്ടണിലോ പ്രിൻറ്റഡ് ഹക്കോബയിലോ ഒക്കെ യോക്കും സ്ലീവും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ കൊണ്ട് ബോട്ടം ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും. ഇങ്ങനെ വരുന്നു. ഇതിനിടയിൽ നമുക്ക് പാച്ച് വർക്ക് സാരിയും കുറച്ച് പാനൽ കട്ട് കുർത്തിയൊക്കെ നമുക്ക് വീഡിയോ കാണിക്കാൻ പറ്റിയില്ല, കുറേ സ്റ്റിച്ച് ചെയ്ത് പോയി നമുക്ക്. അങ്ങനെ ആ ഒരു സാവകാശം വരില്ല ചിലപ്പോൾ. നമ്മൾ കോൺട്രാസ്റ്റ് ലൈനിങ് വെച്ചിട്ട് ബ്ലാക്ക് ഹക്കോബയിൽ ചെയ്തത് ഇതാ ഇങ്ങനെ വരുന്നു. ഇതിന് വേറെ ആ കോൺട്രാസ്റ്റ് ലൈനിങ്ങിൻ്റെ ഭംഗി മാത്രമേ അതിൽ വരുന്നുള്ളൂ. ഇതാ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ നെക്ക് സിമ്പിളായിട്ടൊരു നെക്ക്. അങ്ങനെ നമ്മൾ ആ ഒരു ലാവൻഡർ കളറിൽ ആ ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ വന്നില്ലേ, ഇതാ ഇങ്ങനെ കോളർ നെക്ക് ഇങ്ങനെ വരുന്നു. ഇനി നമ്മൾ നൈറ്റിയാണ്. ഞാൻ പറയാറില്ലേ പോപ്ലൈൻ മെറ്റീരിയൽ കാണിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് നൈറ്റിക്കും പറ്റും ബോട്ടം ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ പോപ്ലൈനിൽ നമ്മൾ നൈറ്റി ചെയ്തതാണ്. ഇങ്ങനെ വരുന്നു. അതിൽ ജസ്റ്റ് കലങ്കാരിയുടെ ഒരു പീസ് കൊണ്ട് യോക്ക് പോലെ കൊടുത്തു. പ്ലെയിൻ നൈറ്റി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന് വിഡ്ത്ത് കുറവാണ്, 36 ഇഞ്ച് വിഡ്ത്താണ്. 3 മീറ്റർ എടുത്താൽ പോരാ ഇത് ചെയ്യുമ്പോൾ. നമ്മുടെ സ്ലബ് സിൽക്ക് ഈ കളർ അവൈലബിൾ ആണ് കേട്ടോ. ജസ്റ്റ് ലേസ് കൊടുത്തിട്ട് സിമ്പിളായിട്ടൊരു മോഡൽ അതെങ്ങനെ വരുന്നു. സ്ലീവിനറ്റത്തും ലേസ് കൊടുത്തു. അങ്ങനെ ഇനി നെക്സ്റ്റ് നമ്മൾ വരുന്നത് ഇങ്ങനെ വരുന്നു. നമ്മുടെ കാംബ്രിക് കോട്ടൺ സിമ്പിളായിട്ട് യോക്ക് നമ്മൾ 2 പീസ് സെറ്റ് കാണിക്കില്ലേ, അപ്പോൾ ബോട്ടത്തിൻ്റെ ഒരു മെറ്റീരിയൽ കൊണ്ട് യോക്ക് പോലെ കൊടുക്കും, ലൈസും കൊടുക്കും. ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് ഇപ്പോൾ ജോലിക്കാർക്കാണെങ്കിലും ഡെയിലി യൂസിനായിട്ട് വേണ്ടവർക്കൊക്കെ ആണെങ്കിലും സിമ്പിളായിട്ട് ഏറ്റവും പരീക്ഷിക്കാവുന്നത്. എന്നാൽ ലൈസൊക്കെ കൊടുക്കുമ്പോൾ അതിന് വേറെ ലുക്കും വരും, നല്ല ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും. ഇഷ്ടംപോലെ വെയർ ചെയ്യാൻ. നമ്മൾ ആദ്യം കണ്ട ഞാൻ ഹക്കോബയുടെ കാണിച്ചില്ല, അതിൻ്റെ ബോട്ടവും ദുപ്പട്ടയാണിത്. ബോട്ടം ദുപ്പട്ടയിൽ ഹക്കോബയുടെ പീസൊക്കെ കൊടുത്തിട്ട് അങ്ങനെ റെഡിയാക്കി എടുത്തു. ഇത് നമ്മുടെ സൗത്ത് കോട്ടൺ ഫാബ്രിക്കിൽ ഇങ്ങനെ വരുന്നു. സൗത്ത് കോട്ടണിൽ ഇങ്ങനെ കോളറിനൊക്കെ കുർത്ത ഇങ്ങനെ വരുന്നു. നമ്മൾ കാംബ്രിക് കോട്ടൺ ഇത് കുറച്ച് മുമ്പ് കാണിച്ചിരുന്ന മെറ്റീരിയൽ, അത് നമുക്ക് ഇപ്പോൾ ഇല്ല എന്നൊക്കെ തോന്നുന്നത്. പിൻടക്ക് കൊടുത്തിട്ട് കണ്ടോ, 2 സൈഡിൽ പിൻടക്കും ആ സെയിം കളർ ലേസും കൊടുത്തിട്ടൊരു വീനക്ക് കൊടുത്തിട്ടുള്ളൊരു കുർത്ത ഇങ്ങനെ. പ്ലസ് സൈസ് വേണ്ടവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ. 7XL 8XL വരെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓരോ ഫാബ്രിക് അതിനനുസരിച്ച് എടുക്കണം കേട്ടോ. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് നമ്മൾ ആ ഒരു കോട്ടൺ ബ്രൊക്കേഡ് കാണിച്ചില്ലേ, അതിൽ ചെയ്തത്. നമ്മൾ ഇങ്ങനെ ചില മോഡൽ കാണിക്കുമ്പോൾ ആ ഒരു മോഡൽ തന്നെ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടുക. നമ്മൾ ബാന്തിനി മെറ്റീരിയൽ കാണിച്ചിരുന്നില്ലേ, ഇത് പ്യുവർ ബാന്തിനിയാണ്. ഇത് കുറച്ച് അവൈലബിൾ ആണ്, ഇനി വരുന്നുണ്ട് എന്തായാലും. ഇത് കഴിഞ്ഞ് പോയാലും അതിൽ 4 സൈഡ് ദുപ്പട്ട വെച്ചിട്ട് ഇങ്ങനെ ചെയ്തത്. അത്രയായിരുന്നു. അപ്പോൾ ഞാൻ വെയർ ചെയ്ത ടോപ്പ് പറഞ്ഞില്ലേ, ഞാൻ മഹേശ്വരി സിൽക്കിൻ്റെ സാരി നമ്മൾ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാമല്ലോ, ആ സാരിയെ ടോപ്പായി മാറ്റിയതാണ്. നമുക്ക് ഏത് സാരിയൊക്കെ ആണെങ്കിലും കുറച്ച് കാലം നമ്മളെല്ലാം അങ്ങനെ ഷെൽഫ് പൊടി പിടിച്ചോ പിടിക്കാതെയോ അവിടെ ഇങ്ങനെ ഒതുക്കി വെക്കേണ്ട. കുറച്ച് കഴിയുമ്പോൾ അതിനെ ടോപ്പൊക്കെ തയ്ച്ചങ്ങ് ഇട്ടേക്കുക എന്ന് വെച്ചാൽ മെറ്റീരിയൽ വാങ്ങാതിരിക്കരുത്. അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുപാട് കളക്ഷൻസുമായിട്ട് വ്യത്യസ്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ ഫ്രം ലിജി.